മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രി അധികൃതർ ഇപ്പോഴും ഭയക്കുന്നത് എന്തിനാണ്? മരണകാരണം അന്വേഷിക്കാൻ നിയമിച്ച അറുമുഖസ്വാമി കമ്മീഷൻ പിരിച്ചുവിടണമെന്ന് അപ്പോളോ ആശുപത്രി അധികൃതരുടെ ആവശ്യം മദ്രാസ് ഹൈക്കോടതി തള്ളി. അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നും കോടതി പറഞ്ഞു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അന്നേ ആക്ഷേപമുയർന്നിരുന്നു. ജയലളിതയുടെ തോഴിയും AIDMK നേതാവുമായിരുന്ന ശശികലയ്ക്ക് മരണത്തിൽ പങ്കുണ്ടെന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് കമ്മീഷനെ നിയമിച്ചത്. തമിഴ്നാട് ആരോഗ്യവകുപ്പ് സെക്രട്ടറി J. രാധാകൃഷ്ണനും അപ്പോളോ ആശുപത്രി അധികൃതരും ഗൂഢാലോചന നടത്തിയതിനെ തുടർന്നാണ് ജയലളിതയ്ക്ക് മോശം ചികിത്സ ലഭ്യമായതെന്ന് അന്വേഷണ കമ്മീഷൻ ആരോപിച്ചിരുന്നു. ഈ ആരോപണം ആശുപത്രിയുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചെന്നും അതിനാൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പോളോ അധികൃതർ കോടതിയെ സമീപിച്ചത്. ആശുപത്രി അധികൃതരുടെ വാദങ്ങളൊന്നും കമ്മീഷനെ പിരിച്ചുവിടാൻ തക്ക രീതിയിലുള്ളതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത്. ജയലളിത ചികിത്സയിലിരിക്കെ തമിഴ്നാട് ചീഫ് സെക്രട്ടറി ആയിരുന്ന രാമമോഹന റാവുവിനെതിരെയും അന്വേഷണ കമ്മീഷൻ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രാമമോഹന റാവു തെറ്റായ തെളിവുകൾ ഹാജരാക്കിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആരോപണം. അതിനാൽ അന്വേഷണ കമ്മീഷനെ എങ്ങനെയും തെറിപ്പിക്കാൻ ഉന്നതതല നീക്കം നടക്കുന്നുമുണ്ട്. മരണം സംബന്ധിച്ച ദുരൂഹത നീക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്നാണ് സർക്കാർ കമ്മീഷനെ നിയമിച്ചത്. രോഗം കൂടിയതിനെ തുടർന്ന് ജയലളിതയെ ലണ്ടനിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യത്തെ ചീഫ് സെക്രട്ടറി എതിർത്തെന്നും അന്വേഷണ കമ്മീഷൻ ആരോപിച്ചിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ജയലളിത കിടന്ന മുറിയുടെ ഭാഗത്തെ CCTV ക്യാമറകൾ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് അപ്പോളോ ആശുപത്രി അധികൃതർ ആദ്യം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ICU, CCU, ആശുപത്രിയിലെ ചികിത്സാ മുറികൾ എന്നിവിടങ്ങളിലെ CCTV ക്യാമറകൾ സ്ഥാപിക്കാതിരുന്നത് രാജ്യാന്തര ഹോസ്പിറ്റൽ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരുന്നു. അതേസമയം ഇടനാഴികളിലും പ്രവേശന കവാടങ്ങളിലും സുരക്ഷയെ കരുതി CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ജയലളിത ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ശേഷം 2016 സെപ്റ്റംബർ 23-ന് ആദ്യത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയതിനെ ജയലളിത എതിർത്തിരുന്നു. ആളുകൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കാത്ത വിധത്തിൽ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കണമെന്നാണ് ജയലളിത ആവശ്യപ്പെട്ടത്. തുടർന്ന് ചീഫ് സെക്രട്ടറി രാമമോഹന റാവു, ആരോഗ്യ സെക്രട്ടറി J. രാധാകൃഷ്ണൻ എന്നിവർ അംഗീകരിച്ചതിനു ശേഷമാണ് പുറത്തുവിട്ടതെന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയുണ്ട്. 75 ദിവസത്തെ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം 2016 ഡിസംബർ 5-നാണ് ജയലളിത അന്തരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.